ഒരു പഞ്ചെന്ന് പറഞ്ഞാൽ ഒരു വെടിയുണ്ട തുളച്ച് കയറണ മാതിരി ആയിരിക്കണം. അപ്പോൾ അതിൽ നമ്മൾ തോക്കിനെക്കുറിച്ച് ചിന്തിക്കുക. തോക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ്. അതിനകത്തുനിന്ന് പോകുന്ന വെടിയുണ്ട തന്നെയാണ് പഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ അത് തുളച്ച് കയറണം. അതിന് ചില തിയറികളുണ്ട്. ഒന്ന്, എയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ വെടിവെക്കുന്ന ആൾക്ക് കൃത്യമായ എയിം ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവണം. ഒരു പരിധിയിൽ കഴിഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് കഴിയും. വെടിയുണ്ട എപ്പോഴാണ് നമുക്കറിയാം, അങ്ങനെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഒരു പഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു കുറച്ചേറെ വെയിറ്റിൽ ഇടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൽ കുറച്ചേറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് റിവീൽ ചെയ്യുകയാണ് ഇന്ന് വരെ ആരും ചെയ്യാത്ത വിധത്തിൽ ഈ വീഡിയോയിലൂടെ. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് കൂടുതൽ ആഘാതം നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 4 തിയറികൾ നമ്മൾ പറഞ്ഞുതരാം വളരെ വിശദമായിട്ട്. ഒരുപാട് ടെക്നിക്കുകളുണ്ട് അതിനകത്ത്. 4 തിയറി അത് നമ്മുടെ മഹാവിഷ്ണുവിനെ സംബന്ധിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിച്ച് വയ്ക്കുക. മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നമ്മൾ പറയാറുണ്ട് ശംഖ് ചക്ര ഗദാപത്മമെന്ന്. ശംഖ് ചക്ര ഗദാപത്മം വിശദീകരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ശംഖുണ്ട്, തൊട്ടപ്പുറത്തെ കയ്യിൽ ചക്രമുണ്ട്, ഗദയുണ്ട്, പത്മമുണ്ട്. പത്മ മീൻസ് താമര. നമുക്ക് കണ്ട് പരിചയമുള്ള, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ്. ഇനി ഇതിനകത്ത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു പഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഹിയ, ഹു എന്ന് പറയുന്ന പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു എതിരാളിക്കെതിരെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശബ്ദമുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന ആളുടെ ആ ഒരു എനർജി നമുക്ക് തടയാൻ കഴിയും. അയാളുടെ പകുതി ശക്തി ആ ഒരു ശബ്ദത്തിന് ഇല്ലാതാക്കാനും കഴിയും. അപ്പം ശംഖം എന്ന് പറയുന്നത് 100% ശംഖ് എന്ന് പറയുന്നത് ശബ്ദത്തെ പ്രതികരിക്കാനാണ്. അപ്പം നമ്മൾ ശബ്ദമുണ്ടാക്കുക എന്നുള്ളത് എതിരാളിയെ തറ പറ്റിക്കുവാൻ, ഒരു പഞ്ചിനോ കിക്കിനോ ഒക്കെ തന്നെ തറ പറ്റിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ തിരി. രണ്ടാമത് ചക്രമാണ്. ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുക എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് കൈയുടെ ആ തിരിവ്, നേരത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് സ്ക്രൂട്ടൺ ചെയ്യുന്ന രീതിയിലേക്ക് തിരിയണം. അപ്പോൾ അതാണ് ചക്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് ബലത്തെക്കുറിച്ച് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ബലം നമുക്ക് വേണം. അപ്പോൾ ബലമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മുടെ അസ്ഥിയുടെ ഒരു ബലമുണ്ട്, മസിൽസിൻ്റെ ഒരു ബലമുണ്ട്, ടെൻഡൻസിൻ്റെ ഒരു ബലമുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗദ ഉയർത്താൻ പറ്റുള്ളൂ. വ്യക്തമായി മനസ്സിലാക്കുക. ഗദ ഉയർത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ ചക്രത്തിൽ നമ്മൾ ചുഴറ്റലാണ്, കറക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്കുന്നു. ഇനിയുള്ളത് ഗദയാണ്, എടുത്ത് ചുഴറ്റണം. അപ്പോൾ അതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ തോൾപ്പലക, പുറകിലുള്ള പലകയുണ്ട്, നമ്മൾ ഇടിച്ചവിടെ കൊണ്ട് ഏൽപ്പിക്കുക മാത്രമല്ല, പിന്നീട് വരുന്ന പുഷിനാണ് അതിന് കുറച്ചേറെ കാര്യങ്ങൾ വരിക. അപ്പോൾ അതിവിടെ കൂടുമ്പോൾ എന്തായി? ബലമായി. അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഗദ. പത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു മൂവും നാച്ചുറൽ ആയിരിക്കണം. താമര എങ്ങനെയാണ് വരിക? ചെളിക്കുണ്ടിലുണ്ടായി വളരെ ഭംഗിയായി വിരിയുന്ന ഒരു സംവിധാനമാണ് താമര എന്ന് പറയുന്നത്. അപ്പോൾ പത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ, ബ്യൂട്ടിഫുൾ. നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഭംഗി വേണം, അപ്പോൾ ആക്യുറസി വേണം, എന്നാൽ നാച്ചുറൽ ആയിരിക്കണം, ബലമുണ്ടായിരിക്കണം, ശബ്ദമുണ്ടാക്കണം. ഇത്രയും കൂടെ ചേരുമ്പോഴാണ് ഈ മഹാവിഷ്ണുവിൻ്റെ ഈ 4 ഭാഗങ്ങളായിട്ട് നമ്മളതിനെ, അത് പഞ്ചിലും കിക്കിലും ഒക്കെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാം. എന്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ എങ്ങനെങ്കിലും ചവിട്ടി താഴെ ഇട്ടാൽ പോരാ, ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് വൃത്തി വേണമെങ്കിൽ അതിന് മാർഷൽ ആർട്ട് പഠിക്കുക തന്നെ വേണം. ഇനി എങ്ങനെയാണ് പഞ്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു പഞ്ചിങ് കിറ്റിനിട്ട്, ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം കിറ്റ്. ഈ കിറ്റിനിട്ട് ഇടിക്കുന്ന മാതിരി കുറച്ചേറെ ഇടിക്കുക മാത്രമല്ല ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ശ്രദ്ധിക്കുകയും കൂടെ ആണെങ്കിൽ നിങ്ങളുടെ ഇടിക്ക് ഗുണം കൂടും, ബലം കൂടും. അപ്പോൾ അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ. മിഡിൽ പഞ്ച് വന്നത് നോക്കുക, കൃത്യ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. വലിക്കണം ശ്രദ്ധിക്കുക, ഫാസ്റ്റായിട്ട് വലിക്കുക. അവിടെ ചെന്ന് തിരിയുന്ന കണ്ടോ വ്യക്തമായിട്ട്, അവിടെ ആ ബോണ് ബ്രേക്ക് ആവും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഫാസ്റ്റ്നെസ് നോക്കുക, ശരിക്കും കൃത്യമായിട്ട് അവിടെ ചെന്ന് തിരിഞ്ഞ് അതേ പടുതി നമ്മൾ പുറകിലേക്ക് വലിച്ചു ചേർത്ത് വയ്ക്കുക. ഇതാണ് രീതി. ഇനിയും നമ്മൾ ഹയർ പ്രാക്ടീസുകളിൽ കണ്ടോ സ്കാപ്പുലുണ്ട്, നമ്മുടെ പുറത്തെ തുളസി, അംസബലകം എന്ന് പറയും, അതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ച് ചെയ്യുന്ന ആൾക്ക് പുറകിലൂടെ ഒരു ശ്രദ്ധ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ പുറകിൽ നിന്നൊരു അടി വന്നാൽ നമുക്ക് ടേക്കില്ല. അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരാൾ നമ്മളെ പിടിച്ചാൽ
അയാളെ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളൂടെ നമുക്കുണ്ടെങ്കിൽ ഇത് വിജയിക്കുകയുള്ളൂ. ഇപ്പോഴേ നമ്മൾ കണ്ടില്ലേ ഒരു പഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ഏരിയയിൽ, അതായത് നമുക്കിവിടെ വാരിയിൽ തീരുന്ന ഭാഗമുണ്ട്, ഹിപ്പിൻ്റെ ഒരു ഭാഗമുണ്ട്, അസ്ഥിയുടെ ഭാഗം, ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് വെക്കേണ്ടത്. അതിൽ തന്നെ നമുക്ക് താഴേക്ക് വയ്ക്കാം, മുകളിലേക്ക് വയ്ക്കാം. ഏറ്റവും നല്ലത് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വയ്ക്കുന്നതാണ് എന്ന് പൊതുവിൽ പറയാറുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ശംഖമായി ബലം, ശബ്ദം വേണം, ശബ്ദമുണ്ട്, ചക്രമുണ്ട്, തിരിയുന്നുണ്ട്, ഓക്കെ, ഗദ ബലമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പുഷപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കിറ്റിലുള്ള പ്രാക്ടീസുകൾ, അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബലം ഉണ്ടാവും. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് വിശദീകരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പഞ്ച് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നാൽ അയാൾക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മൾ പഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് നാച്ചുറൽ അല്ല. അത് നാച്ചുറൽ ആക്കാൻ ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് നാച്ചുറൽ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു അടി വരുമ്പോൾ അടിച്ച് ഇത്രയും ദൂരെ നിന്ന് വേണം ഇങ്ങനെ വരാനായിട്ട്. വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിങ്ങനെ നമ്മൾ നിന്നിട്ട് വരും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനൊരു ആക്ഷൻ നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിൽക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എതിരാളിക്ക് മനസ്സിലാവും നമ്മൾ തീർച്ചയായിട്ടും ഇടിക്കാൻ പോവുകയാണെന്നുള്ളത്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇൻറ്റിമേഷൻസും കണ്ണിലോ കയ്യിലോ നോട്ടത്തിലോ കൊടുക്കരുത്. അല്ലാതെ വേണം ചെയ്യാനായിട്ട്. അവിടെയാണിത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു അടി വരുന്നത്. ഒരടി നമ്മൾ തട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗാർഡ് പൊസിഷനിലേക്ക് വരാം, നമുക്ക് ചെയ്യാം. അതുവരെ ഒരു തരത്തിലുള്ള ഇൻറ്റിമേഷനും പഞ്ചിലോ കിക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ നോട്ടത്തിലോ കൊടുക്കരുത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇങ്ങനെ നമ്മൾ വെറുതെ നിൽക്കുകയാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടി വരികയാണ്. അവിടെ നമ്മൾ എങ്ങനെ പഞ്ച് ചെയ്യുന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒന്നടിച്ചു, ഇതായിരിക്കണം ആക്ഷൻ. ഇത് നാച്ചുറൽ ആയിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, നമ്മൾ കൂളായി നിൽക്കുക. ഇതാണ് നാച്ചുറൽ. അതായത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ നേരെ കയറി പോകണം എന്ന് സാധിക്കും. നീ ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ വരണം നിർബന്ധമില്ല. അപ്പം നമ്മളിങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. വെറുതെ അടിച്ച് ഇവിടെ ചെയ്യാം. നമുക്കുണ്ടോ അവിടെ നമുക്ക് പൊക്കേണ്ട കാര്യമില്ല, ഇവിടെ ചെയ്യാം. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ചെയ്യുമ്പോൾ കൈകൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്യാം. അതായത് നമ്മുടെ കത്തിക്ക് പിടിച്ചതിന് കുത്തുന്ന മാതിരി നമുക്ക് അറ്റാക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. നീ മറിച്ച് കൈയുടെ ഈ ഭാഗം കൊണ്ടും ചെയ്യാം. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടോ കൈ വരും. അപ്പൊ അതിന് പൊക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് എവിടെ, എങ്ങനെ, എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ശംഖ് ചക്ര ഗദാ പത്മം. ശംഖം എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടു കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഹൂ എങ്ങനെ പറയണം? ഹൂ. വളരെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇടി വെട്ടുന്ന പോലെ ശബ്ദം കേൾക്കണം. നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ചെറിയ ക്യാമറയ്ക്കുള്ളിലൂടെ കട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അതിന് നമുക്ക് പറയേണ്ട കാര്യം, ഇപ്പൊ ഹൂ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അകത്തും നമ്മുടെ പുക്കിൾ കുഴിയിൽ നിന്നാണ് ഹൂ വരേണ്ടത്. അതിശക്തമായി പറയണം. ഇതാണ് ഹൂ പറയേണ്ടത്. ഇപ്പൊ ഹിയ എന്നൊക്കെ നമ്മൾ ലോങ്ങിൽ പറയുമ്പോൾ ആ ഹിയ പ്രതിധ്വനി ഉണ്ടാക്കണമെന്നാണ്. പ്രതിധ്വനി ഭയങ്കരമായിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ എതിരാളി ഭയക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കിക്ക് ചെയ്യുന്ന സമയത്ത് കാല് കിക്ക് ചെയ്യുമ്പോൾ വെറുതെ പറയില്ലേ, ഇതായിരിക്കണം ഒരു ഹിയ എന്ന് പറയുന്നത്. അത്രമാത്രം ഭയപ്പെടുത്താൻ പറ്റണം. അപ്പൊ ഈ വരുന്ന ആള് ചെയ്യാൻ വന്നതൊക്കെ മറന്നുപോകും. അടുത്ത് എന്താണ് ചെയ്യുന്നത് പോലും ഓർക്കില്ല. അത്രമാത്രം ശബ്ദത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ശംഖിലൂടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ബോഡിയുടെ ബലാണ്. ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമാണ് ഒരു പോയിന്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള പ്രശ്നം മറ്റൊന്നാണ്. അതായത് എങ്ങനെ ഒരു മർമ്മ പോയിന്റിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ മർമ്മ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മളൊരാളെ തിരിച്ച് പൊട്ടിക്കണമെങ്കിൽ ഒരു എയിം വേണം. പ്രത്യേകിച്ച് മർമ്മ പോയിന്റുകളൊക്കെ ചെറുതായിരിക്കും. ആ പോയിന്റിലേക്ക് കൃത്യമായിട്ട് കൈ വരണമെങ്കിൽ എളുപ്പമുള്ള പ്രാക്ടീസ് വലിയ പ്രാക്ടീസുകളല്ല. അതെല്ലാം തന്നെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ കഷ്ണത്തിലൊക്കെ ആയിരിക്കും. ഒരു ബ്ലേഡിന്റെ മൂർച്ച നോക്കണം. നമ്മളൊരു പേപ്പറിനടുത്ത് മെല്ലെ കീറിയാൽ കീറിപ്പോലും അല്ലേ? അങ്ങനെ കീറാൻ ഒരു വാളിനെ കൊണ്ട് പറ്റില്ല. കാരണം വാള് വലുതാണ്. എന്നാൽ പറ്റുന്ന വാളുകളുണ്ട്. അത് സാമുറായി സോഡാണ്. ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ളതും എന്നാൽ പവർഫുൾ ആയിട്ടുള്ള സോഡ്. അതിന്റെ പ്രത്യേകത അതിന്റെ മെറ്റലിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ സാധാരണ ഇവിടെ കിട്ടുന്ന ഇരുമ്പ് കൊണ്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ മൂർച്ചയുള്ള വാള് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ രീതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പണ്ടുള്ള ബുക്കുകളിൽ ഖഡ്ഗശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിശദമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അപ്പോൾ അത് ആയോധനകല പഠിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ അത് അതിന്റെ കോപ്പികൾ കിട്ടുമെങ്കിൽ ഒന്ന്
വാങ്ങി വായിക്കാൻ നല്ലതായിരിക്കും. ഈ കോപ്പി എവിടെ കിട്ടും എന്ന് ചോദിച്ച് താഴെ വന്ന് കമൻറ്റ് ചെയ്യരുത്. നിങ്ങൾ തപ്പുക, അത് നമ്മൾ അന്വേഷിക്കുന്ന അവന് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ട് വേണം ആയോധന കല ചെയ്യാനായിട്ട്. അപ്പോൾ ഖഡ്ഗശാസ്ത്രം വായിച്ചിരിക്കുക. പിന്നെ ഈ മർമ്മശാസ്ത്രം ചെയ്യുന്നവർ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് പ്രാക്ടീസുകൾ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് ഒരു മെഴുകുതിരി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മർമ്മ പോയിന്റ് കൃത്യമായിട്ട് ആഘാതം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 2-3 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളുടെ പ്രാക്ടീസാണ്. ഇത് നിങ്ങളുടെ ഗുരു, മർമ്മ പഠിപ്പിക്കുന്ന ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ ശംഖചക്ര ഗദാപത്മം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇതൊരു സാധാരണ പഞ്ചാണ്. കിറ്റ് മൂവ് ചെയ്യാൻ നോക്കുക. അടുത്ത് നമ്മൾ സ്കാപ്പിലൂടെ ചേർത്ത് സ്റ്റാൻസിൽ നിന്നുകൊണ്ട് പഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ എത്ര മാത്രം നന്നായിട്ട് മൂവ് ചെയ്യുന്നു നോക്കിയേ. From the heart of Kerala, a leader rose with dreams so big the whole world knows. Dr. Harris, the name that shines so bright, guiding minds with wisdom and light. Oh, Dr. Harris, you're the pride we sing. VIP Academy, you gave it wings, lifting lives with every stride. You are the torch, the trusted guide. Managing director with a mission so grand.